പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സജി കെ വർഗീസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആശാ ജിമ്മിയാണ് വൈസ് പ്രസിഡന്റ്. ഇരുവരും കോൺഗ്രസ് അംഗങ്ങളാണ്. ഇപ്പോഴത്തെ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷമുള്ള മൂന്നാമത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ് ചുമതലയേറ്റത്. പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആകാത്ത ഒരാൾ മാത്രമാണ് ഭരണപക്ഷത്തുള്ളത്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ സാബു മാധവനെ പരാജയപ്പെടുത്തിയാണ് സജി കെ വർഗീസ് വിജയിച്ചത്. കോൺഗ്രസ് അംഗം സജി കെ വർഗീസിന് 7 വോട്ട് ലഭിച്ചപ്പോൾ സാബു മാധവന് 5 വോട്ട് ലഭിച്ചു. സ്വതന്ത്ര അംഗം ടോമി ഏലിയാസ് ഇരുവരെയും പിന്തുണച്ചില്ല. 5ാം വാർഡ് അംഗമാണ് സജി വർഗീസ്. തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സജി കെ വർഗീസ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം സജി കെ വർഗീസ് പറഞ്ഞു. പോത്താനിക്കാട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വരുന്ന 1.5 വർഷം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് പോത്താനിക്കാട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ്. 1991 നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. ഇനി ഈ വരുന്ന 1.5 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖലകളിലും ശുചിത്വത്തിൻ്റെ മേഖലകളിലും നമ്മുടെ പഞ്ചായത്തിന് ഒരു ഭംഗിയുള്ള പഞ്ചായത്താക്കുന്ന മേഖലകളിലുമെല്ലാം 1ാം സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് പോത്താനിക്കാട് പഞ്ചായത്തിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ്. 12ാം വാർഡിൽ നിന്നുള്ള ആശാ ജിമ്മിയാണ് പുതിയ വൈസ് പ്രസിഡന്റ്. LDFിന്റെ മേരി തോമസിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. വോട്ടിംഗ് നിലയിൽ മാറ്റമുണ്ടായില്ല. കോൺഗ്രസിനുള്ള ധാരണ പ്രകാരം ജോസ് വർഗീസ് പ്രസിഡന്റ് സ്ഥാനവും ഫിജിന അലി വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഭരണസമിതിയുടെ കാലത്തെ 3ാമത്തെ നേതൃമാറ്റമാണ് ഇപ്പോഴത്തേത്. 3 പുരുഷ മെമ്പർമാരും പ്രസിഡന്റായപ്പോൾ 3 വനിതാ മെമ്പർമാർ വൈസ് പ്രസിഡന്റുമാരായി. മറ്റൊരു വനിതാ അംഗം ജിനു മാത്യു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.